ചുറ്റും നിങ്ങളൊന്ന് നോക്കൂ, നിങ്ങളുടെ സമൂഹത്തിലായിട്ട് നിങ്ങളൊന്ന് നോക്കൂ. പഴയ നിങ്ങൾ ചെറുപ്പത്തിലുണ്ടായിരുന്ന, നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല ഇന്ന് ലോകക്രമത്തിലുള്ളത്. വലിയ ശബ്ദകോലാഹലങ്ങളുടെയും അത്ര തന്നെ വലിയ ആശയക്കുഴപ്പത്തിന്റെയും ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഗ്രേറ്റ് നോയിസ് ആൻഡ് ഗ്രേറ്റ് കൺഫ്യൂഷൻസ് എന്ന് പറയാം. നമ്മളുടെ കോണ്ടാക്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫോൺ കോണ്ടാക്ട്, ഫോണിലുള്ള ഗ്രൂപ്പുകളുടെ എണ്ണം, അത്ര കണക്ഷൻ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് മനുഷ്യരുമായിട്ടാണ് നമ്മുടെ ബന്ധങ്ങൾ. പക്ഷേ അവരെ മനസ്സിലാക്കുന്നവർ 1000-1 പോലും ഇല്ല എന്നുള്ളതാണ്. അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. ഒരുപാട് വിവരമുണ്ടെന്ന്, അവയർനെസ് ഭയങ്കര കൂടുതലാണ്. ലോകം മുഴുവൻ എന്തിനെ കുറിച്ചും ഭയങ്കര അവയർനെസ് ആണ്. ഞാൻ എന്തൊക്കെയോ നേടി, എന്തൊക്കെയോ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു, ഒരുപാട് അറിവുകൾ നേടി എന്നാണ് എല്ലാവരുടെയും വിശ്വാസം. ഡെയിലി രാവിലെ മുതൽ വൈകുന്നേരം വരെ റീൽസ് ആയിട്ടും അതായിട്ടും ഇതായിട്ടും ഒക്കെ ലോകത്തില്ലാത്ത അറിവുകൾ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. മുന്നിലേട്ട്, നിങ്ങളുടെ മുമ്പിലെ ഇലയിലേട്ട് വെറുതെ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ കഴിച്ച് അതിസാരം പിടിച്ചിരിക്കുകയാണ്. ഇത്രയും അറിവുകൾ ഡെയിലി നമ്മൾ കേട്ടുകൊണ്ടിരുന്നിട്ടും നേടിയിട്ടും വയസ്സില്ല, ജ്ഞാനമില്ല, വിസ്ഡമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ, ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷെ വിസ്ഡമില്ല. പഴയ കാലത്തെ അപേക്ഷിച്ച് എല്ലാവരുടെ കയ്യിലും സ്വത്ത് കൂടുതലാണ്, സമ്പത്ത്. പഴയ കാലത്തെ അവസ്ഥയല്ല. സമ്പത്ത് വളരെയധികം കൂടുതലാണ് മനുഷ്യന്റെ ഉള്ളിൽ പഴയ കാലം വെച്ച് നോക്കുമ്പോൾ. പക്ഷേ മനസമാധാനമില്ല. രാജ്യങ്ങൾ ഉയരുന്നു, താഴുന്നു, ലോകമെമ്പാടും കുഴപ്പങ്ങൾ, മനുഷ്യന്റെ ഹൃദയങ്ങൾ തകർന്നു പോകുന്നു. പലർക്കും വ്യത്യസ്തമായ മാനസിക ബുദ്ധിമുട്ടുകൾ, ചിലർക്ക് ഡിപ്രഷൻ, ചിലർക്ക് ടെൻഷൻ, ചിലർക്ക് സ്ട്രെസ്, ചിലർക്ക് ആങ്സൈറ്റി, ഉത്കണ്ഠ, ചിലർക്ക് അമിതമായ ചിന്ത, ചിലർക്ക് ഒന്നുമില്ലെങ്കിലും ഒരു ശൂന്യത. എല്ലാം പെട്ടെന്ന് മറന്നു പോകുന്നു. പറയാൻ വരുമ്പോഴത്തേക്കും അത് മറന്നു പോകുന്നു. ഒരു രസവും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ലോകത്ത്. ഒരു രസവും ഇല്ലാത്ത അവസ്ഥ. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹമില്ലാത്ത, ഒരു ഇന്റിമസി ഇല്ലാത്ത ഒരവസ്ഥ. ലോകക്രമം എന്ന് പറയുന്നത് ഇന്ന് ഒരു കഷ്ടപ്പാടിന്റെ കൊടുങ്കാറ്റിൽ അകപ്പെട്ട് പോയതായിട്ട് തോന്നുന്നുണ്ട്. ഇവിടെയാണ് ഈ മിറാക്കുലർ മോർണിംഗ് ട്രാവലർ, അതായത് നമ്മുടെ എന്ന് പറയുന്ന എന്റെ ഈ ആശയത്തിന്റെ, നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുക, നിങ്ങളുടെ മൈൻഡിനെ ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സോളിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. എന്ന ഈ ആശയത്തിന്റെ പ്രാധാന്യം ഇന്ന് ലോകം ആഗ്രഹിക്കുന്നതാണിത്. ഇന്ന് ലോകം ആവശ്യപ്പെടുന്നതാണിത്.